ഹലോ ഉമേഷ്. അങ്ങനെ ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റ് തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സീസണിലെ അവരുടെ 3ാം ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഡൽഹി ക്യാപിറ്റൽസ് കയറിയ 142 എന്നൊരു ചെറിയൊരു വിജയലക്ഷ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വെറും 34 പന്ത് ബാക്കി നിൽക്കിയ ആ ഒരു ലക്ഷ്യം മറികടക്കുകയായിരുന്നു. അങ്ങനെ 10 മത്സരങ്ങളിൽ നിന്ന് 4 ജയവും 5 തോൽവിയും പിന്നെ ഒരു മത്സരം പഞ്ചാബ് കിങ്സിനോട് അത് മഴമൂലം ഉപേക്ഷിച്ചത്. അങ്ങനെ 9 പോയിന്റാണ് ടോട്ടൽ KKR-നുള്ളത്. 7ാം സ്ഥാനത്താണ് പോയിന്റ് ടോട്ടൽ KKR-ന്റെ സ്ഥാനം. ഒരു ഘട്ടത്തിൽ നമ്മൾ KKR പ്ലേ ഓഫിലെത്തില്ല എന്ന് വിചാരിച്ച ടീമുകളിലൊന്ന് KKR ആയിരുന്നു. കാരണം ആദ്യ 6 മത്സരങ്ങളിലും ഒരു ജയം പോലും സ്വന്തമാക്കാൻ സാധിക്കാത്തൊരു ടീമായിരുന്നു. പക്ഷേ രാജസ്ഥാൻ റോയൽസിനോടുള്ള മത്സരം 4 വിക്കറ്റിന് ജയിച്ച് അവർ വീണ്ടും സജീവമാവുകയായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ഫിന്നലൻ, അതായത് ആദ്യ 4 മത്സരങ്ങളിലും KKR-ന് വേണ്ടിയിട്ടും ഒരു നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ സാധിക്കാതെ ടീമിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു പ്ലെയറായിരുന്നു ഫിന്നലിൻ്റെ ഒരു കംബാക്ക് ഇന്നിങ്സ് നമ്മൾ കണ്ട മത്സരം തന്നെയായിരുന്നു ഇന്നലെ. 47 പന്തിൽ നിന്ന് 5 4 10 6 ഉൾപ്പെടെ 100 റൺസ് നോട്ട് ഔട്ട്. അതായിരുന്നു ഇന്നലെ ഫിന്നലിൻ്റെ KKR-ന് വേണ്ടിയുള്ള ഇന്നിങ്സ്. ഇത്രയും ചെറിയൊരു ടോട്ടൽ, അതായത് 142 എന്നൊരു ടോട്ടൽ പോലും ചേസ് ചെയ്യേണ്ടിയിട്ട് അതിൽ നിന്നും സെഞ്ചുറി പൂർത്തിയാക്കി ഫിന്നലിൻ്റെ ഒരു കിടിലൻ കംബാക്ക് ഇന്നിങ്സ് ആയിരുന്നു. ഇതിനു മുമ്പ് സുനിൽ നരൈനും മക്കലിനും അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യരാണ് KKR-ന് വേണ്ടി സെഞ്ചുറി നേടിയിരിക്കുന്നത്. ആ ഒരു പട്ടികയിലേക്ക് ഫിന്നലനും വന്നിരിക്കുകയാണ്. ഡൽഹി ക്യാപിറ്റൽസ് എന്ന് വെച്ചാൽ വളരെ സീസൺ നന്നായി തുടങ്ങിയ ഒരു ടീമാണ്. പക്ഷെ ഇപ്പോൾ ഒരു പ്ലേ ഓഫിൽ കയറുന്ന കാര്യത്തിലൊരു സംശയമാണ്. തുടർച്ചയായി 5 ഹോം ഡിഫീറ്റ്സ് ആണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി 9 ഹോം ഡിഫീറ്റ്സ് നേരിട്ട ടീം എന്ന റെക്കോർഡും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പേരിലാണ്. അത് 2013-15 ആ ഒരു സീസണിലാണ് തോന്നുന്നു. തുടർച്ചയായി 9 തവണ ഹോം മത്സരം തോറ്റ ആ ഒരു റെക്കോർഡിനൊപ്പം എത്താനാണ് ഇപ്പോൾ ഡൽഹിയുടെ ശ്രമം. 5 മത്സരങ്ങളാണ് തുടർച്ചയായി അവർ ഹോം മാച്ച് തോക്കുന്നത്. അപ്പോൾ എല്ലാവരും മത്സരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് വീഡിയോ തുടർന്നാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ടോസ് നേടിയ KKR ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ ഡൽഹിയെ ബാറ്റിങ്ങിനൊക്കെയായിരുന്നു. ഡൽഹിക്ക് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് KL രാഹുലും പാറ്റ് കമ്മിൻസും കൂടിയാണ്. ഇരുവരും ആദ്യ വിക്കറ്റിൽ ഒരു ഭേദപ്പെട്ട തുടക്കം തന്നെയാണ് ഡൽഹിക്ക് നൽകിയത്. 49 റൺസാണ് ആദ്യ വിക്കറ്റിൽ ഇരുവരും കൂടി കൂട്ടിച്ചേർത്തത്. അങ്ങനെ പവർ പ്ലേയിലെ 5ാം ബോളിൽ കാത്തിത്യാഗി KL രാഹുലിനെ ക്യാമറോൺ ഗ്രീൻ്റെ കൈകളിൽ എത്തിച്ച് ഡൽഹിയുടെ ആദ്യ ഫ്യൂസ് വരും. KL രാഹുലിന് ഇന്നലെ 23 റൺസ് മാത്രമേ ഡൽഹിക്ക് വേണ്ടി നേടാൻ സാധിച്ചുള്ളൂ. പിന്നീട് 1 ഡൗണായി വന്ന നിതീഷ് റാണയെ കൂടി പാറ്റ് കമ്മിൻസും ഡൽഹി സ്കോർ 74 എത്തിക്കുകയായിരുന്നു. എന്നാൽ KKR-ന്റെ കോടിപതിയായ കോടികൾ വില കൊടുത്ത് വാങ്ങിയ എക്സ്പെൻസീവ് ഓൾറൗണ്ടർ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ക്യാമറോൺ ഗ്രീൻ കൊൽക്കത്തയ്ക്ക് വീണ്ടും രക്ഷകനായി വരികയായിരുന്നു. സുനിൽ നരൈൻ്റെ കൈകളിൽ എത്തിച്ച് നിതീഷ് റാണയെ ക്യാമറോൺ ഗ്രീൻ പറഞ്ഞു. പിന്നീട് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കണ്ടത് ഡൽഹി ബാറ്റർമാരുടെ കൂട്ടത്തകർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഘട്ടത്തിൽ 74-1 നിന്ന ഡൽഹി സ്കോർ 89-5 എന്ന നിലയിലേക്ക് കൂപ്പു. ഡൽഹിയിലെ ടോപ്പ് ബാറ്റർമാരായ നിതീഷ് റാണ, സമീർ ഉസ്തി, ക്രിസ്റ്റൻ സ്റ്റബ്സ് എന്നിവർക്ക് 2 അക്കം പോലും കിടക്കാൻ സാധിച്ചില്ല. ക്യാപ്റ്റൻ അക്സർ പട്ടേൽ എന്നുള്ള നേടിയത് 22 പന്തിൽ 11 റൺ. KKR ബൗളർമാർ ഇന്നലെ ഡൽഹിയെ വരിഞ്ഞു കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എസ്പെഷ്യലി എടുത്ത് പറഞ്ഞാൽ കാർത്തിക് ത്യാഗി, വരുൺ ചക്രവർത്തി, സുനിൽ നരൈൻ എന്നിവരുടെ ബോളിംഗ് ആണ്. കുറച്ചെങ്കിലും ഒരു ഭേദപ്പെട്ട പ്രകടനം ഡൽഹി ബാറ്റർമാരിൽ വന്നത് അശുതോഷ് ശർമ്മയിൽ നിന്നാണ്. അശുതോഷ് ശർമ്മ എന്നുള്ള 28 പന്തിൽ 3 വീതം 4ഉം 6ഉം ഉൾപ്പെടെ 39 റൺസാണ് ഡൽഹിക്ക് വേണ്ടി നേടിയത്. അങ്ങനെ ഡൽഹി ഒരു അത്യാവശ്യം ഒരു പൊരുതാവുന്നൊരു സ്കോറിലേക്ക് എത്തിച്ചത് ഈ അശുതോഷ് ശർമ്മയുടെ ഒരു പ്രകടനം കൊണ്ടാണ്. 142-8 എന്ന നിലയിലാണ് ഡൽഹി ആദ്യ ഇന്നിങ്സ് അവസാനം. ഡൽഹിയുടെ ഈ ചെറിയ സ്കോർ ചേസ് ചെയ്യാൻ വരുന്നത് KKR ബാറ്റർമാരായി. ക്യാപ്റ്റൻ അജിൻക്യ രഹാനും ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഫിന്നലനും കൂടിയാണ് ഓപ്പണിംഗ് വരുന്നത്. KKR ബാറ്റർമാരെ അജിൻക്യ രഹാനെയും അതുപോലെ തന്നെ ആംഗ്ലി സ്റ്റേഗുവിൻസും പുറത്താവുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അൺലക്കി മൂമെൻറ്റ്സിലൂടെയാണ്. ഇരുവരുടെ ഫോൾട്ട് ഒന്നുമല്ല, ചെറിയൊരു 2 പേരുടെ ഒരു നിർഭാഗ്യകരമായ നിമിഷങ്ങളാണ്. അജിൻക്യ രഹാനെ പുറത്താവില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിന്നലൻ നോൺ സ്ട്രൈക്സിലേക്ക് അടിച്ച പന്ത് മിച്ച സാൽഗൻ്റെ കൈകളിൽ തട്ടി നോൺ സ്ട്രൈക്കിലുള്ള സ്റ്റമ്പിൽ കൊള്ളായിരുന്നു. പക്ഷേ രഹാനെ സ്ക്രീസിന് പുറത്തായതുകൊണ്ട് അത് അങ്ങനെ ഔട്ടായിരുന്നു. പക്ഷേ ആംഗ്ലീഷ് വെച്ചാൽ പുള്ളി ഒന്ന് സ്വീപ്പ് ചെയ്ത് നോക്കിയതായിരുന്നു പന്ത്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റമ്പിലേക്ക് വന്ന് മുട്ടി, അങ്ങനെ അത് ഔട്ടായിരുന്നു. പക്ഷേ ആ ഒരു 2 നിമിഷങ്ങൾ മാത്രമേ ഡൽഹിയെ സംബന്ധിച്ച് ആശ്വസിക്കാനുണ്ടായിരുന്നുള്ളൂ. 3ാം വിക്കറ്റിൽ
ഫിന്നലനും ക്യാമറയും ഗ്രീനും ചേർന്ന് കൊൽക്കത്തയെ ഈസിയായി അവരുടെ മൂന്നാം വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്ന് പറയാം. 114 റൺസാണ് ഇന്നലെ ഇരുവരും കൂടി മൂന്നാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത്. ഇതിൽ ഫിന്നലൻ്റെ ഒരു ഇന്നിങ്സ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതായത് 47 പന്തിൽ 5 4 10 6 ഉൾപ്പെടെ 100 റൺസാണ് ഇന്നലെ ഫിന്നലൻ നേടിയത്. ഡൽഹിയുടെ ടോപ്പ് സ്പിന്നർമാരായ അക്ഷർ പട്ടേലും കുൽദീപ് യാദവും മാറി കഴിഞ്ഞിട്ട് ഫിന്നലനെ വീഴ്ത്താൻ സാധിച്ചില്ല. സ്പിന്നിനൊക്കെ അടിച്ച് ബൗണ്ടറി എടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ ക്യാമറൂൺ ഗ്രീനിൻ്റെ ഒരു ആങ്കേർഡ് ഇന്നിങ്സ് എന്ന് പറയും. ഒരു 33 റൺസാണ് നമ്മുടെ ക്യാമറൂൺ ഗ്രീൻ എടുക്കാൻ സാധിച്ചാലും ഫിന്നലനൊരു സപ്പോർട്ടായി നിന്ന് KKRനെ വിജയത്തിൽ എത്തിക്കാൻ സാധിച്ചു. ഡൽഹി ബോളർമാരിൽ ആർക്കും തന്നെ ഒരു ഭേദപ്പെട്ട ബോളിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നത്. എറിഞ്ഞോടൊക്കെ അത്യാവശ്യം നല്ല കുറച്ചൊരു ഭേദപ്പെട്ട ബോളിംഗ് കാഴ്ചവെച്ചാൽ അക്ഷർ പട്ടേലാണ്. 4 ബോളിൽ 27 റൺസ് മാത്രം ഇട്ട് കൊടുത്തുള്ളൂ. വിപ്രാജ് നഗരത്തിന് 2 ഓവറിൽ കൊടുത്തത് 34 റൺസാണ്. വിപ്രാജ് നഗരത്തിൻ്റെ ഒരു ഓവറിൽ 3 6 അടുപ്പിച്ച് ഫിന്നലൻ അടിച്ചത്. അങ്ങനെ അവസാന ബോളിൽ ജയിക്കാൻ 3 റൺസും ഫിന്നലന് സെഞ്ചുറി പൂർത്തിയാക്കാൻ 6 റൺസും 94 റൺസിൽ ഫിന്നലനും കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ 3 റൺസും. അപ്പോൾ 6 തൂക്കിയാൽ ആ ഒരു ഇങ്ങനെ കളിയുടെ ഒരു ഫിനിഷിങ് അങ്ങനെ പൂർത്തിയാവുള്ളൂ. അതിന് അവസാന ബോളിൽ മുകേഷ് കുമാറിനെ 6 നടത്തി ഫിന്നലൻ തൻ്റെ സീസണിലെ ആദ്യ സെഞ്ചുറി, അതുപോലെ കൊൽക്കത്തയ്ക്ക് വേണ്ടിയുള്ള ആദ്യ സെഞ്ചുറിയും പൂർത്തിയാക്കി. അങ്ങനെ ഒരു ടോപ്പ് ഫിനിഷ് നൽകിക്കൊണ്ട് കൊൽക്കത്ത ഒരു കംബാക്ക് നടത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ആ ഒരു 6 അടിച്ചപ്പോൾ കളി ഈടങ്ങാണ് മനസ്സിലായെന്ന് തോന്നിപ്പോയി. കാരണം ആ ഒരു ആരോ അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ KKRൻ്റെ അടുത്ത മത്സരം വരുന്നത് ഇനി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരായിട്ടാണ്. കാരണം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നമുക്കറിയാം 2 കളിയും തോറ്റൊരു സ്ഥിതിയിലാണ്. പക്ഷേ KKRന് ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ച് തന്നെ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താനാവും. അപ്പോൾ ഒരു ക്രൂഷ്യൽ മാച്ച് തന്നെയാണ് ഈ ഒരു മാച്ച് വരുന്നത്. പിന്നെ ഡൽഹിക്ക് പഞ്ചാബ് കിങ്സിനോടാണ് അടുത്ത മത്സരം വരാനുള്ളത്. അപ്പോൾ നല്ലൊരു കിടിലൻ മാച്ചുകൾ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷവുമായി വീണ്ടും കാണും. അതുവരേക്കും ബൈ.